ഗായ്സ്, അപ്പോൾ ഇന്നത്തത് ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു വീക്കെൻഡ് വ്ളോഗാണിത്. ഇത് ലാസ്റ്റ് വീക്ക് ഞാൻ എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ആക്കാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ പോസ്റ്റ് ആക്കുന്നേ ഉള്ളൂ. ശനിയും ഞായറും നമുക്ക് വർക്കില്ല, അപ്പോൾ ശനിയും ഞായറും രാവിലെ എണീക്കുമ്പോൾ എന്നൊരു സമയമാവും ഏകദേശം ഒരു 10 മണിയെല്ലാം എണീക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടല്ലോ, നേരെ ഡയറക്റ്റ് ലഞ്ച് കഴിച്ചാൽ മതിയല്ലോ. പക്ഷേ പറ്റുമ്പോഴെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കലുണ്ട് കേട്ടോ. പിന്നെ എന്തില്ലെങ്കിലും രാവിലെ ഒരു ചായ അത് നിർബന്ധം. അപ്പോൾ ഇനി എന്തില്ലാന്നുണ്ടെങ്കിലും ചായ എന്തായാലും ഞാൻ കുടിക്കും. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും പോയിട്ട് സാധനമെല്ലാം വാങ്ങിയിട്ട് വരാം നെക്സ്റ്റ് ഒരു വീക്കിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ അരിയെല്ലാം വാങ്ങുന്നത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ഷെങ്ഷോങ്, പ്രൈം അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങും. അവിടത്തേക്ക് പോകുന്നതാണെങ്കിലും കുറച്ച് ലിപ്സ്റ്റിക്കും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും ഇടണമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വണ്ടി. ഈ വണ്ടിയിൽ ഇട്ടിട്ടാണ് നമ്മൾ സാധനമെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് 4 ചക്രം ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് ഉരുട്ടിയിട്ട് പോവാം, കയ്യിൽ നമുക്ക് ഞേറ്റിയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. മഴ പെയ്താൽ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു പച്ചപ്പ് എക്സ്ട്രാ ആയിട്ട് തോന്നും. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ വിചാരിച്ചു സാധനവും വാങ്ങാം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ കുറച്ച് നമുക്ക് നടക്കാൻ കേട്ടോ ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഷെങ്ഷോങ്. അപ്പോൾ നമ്മൾ പച്ചക്കറി അങ്ങനെ എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങും. പക്ഷേ നമ്മൾ അരിയൊന്നും അവിടെ കിട്ടൂല. അപ്പോൾ അരി അങ്ങനെ വാങ്ങാനുണ്ടെങ്കിൽ, ദോശമാവ് അങ്ങനെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലേക്ക് തന്നെ പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ അബീൻ്റെയും ദീപിൻ്റെയും കിഷോറിൻ്റെ എല്ലാം ഫ്ലാറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ KFCയിലേക്കാണ് പോയത്. യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത സമയത്ത്, നമ്മൾ ഉണ്ടാക്കാത്ത സമയത്ത് നമ്മൾ മെഗ്ഡിയിലേക്കാണ് പോയത്. പക്ഷേ ഇന്നാണെങ്കിൽ നമ്മൾ KFC പോയി. എന്തായാലും ഇവിടത്തേക്ക് വന്ന സ്ഥിതിക്ക് അരി മാത്രമല്ല, നമ്മൾ കുറച്ച് വെജിറ്റബിൾസും വേറെ എന്തെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പോയാലും ഒരു ഐ ജ്യൂസ് അത് നിർബന്ധമാണല്ലോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളപ്പോൾ അബിയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് അവർക്ക് ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അബി നമ്മളപ്പം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ സാധനം വാങ്ങാൻ പോയത് ഒരു 1 മണി സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒന്നിച്ചാണ് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ സാധനമെല്ലാം വാങ്ങിച്ച ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഒരു 4:30 മണി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് കുട്ടുവിന് ഇന്ന് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടു അങ്ങോട്ടേക്ക് പോയി. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ഫ്രണ്ടിനെ കാണാൻ പോകാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ, ആൾക്കും ആളുടെ ചേച്ചിക്കും കൂടി ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അവർ പേജ് തുടങ്ങിയ സമയം മുതൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവർ പേജിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങണമെന്ന്. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയത്. അപ്പോൾ അവർ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ആ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ എനിക്ക് കുറച്ച് വഴിയെല്ലാം തെറ്റി, അത് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയല്ലോ ഞാൻ അവിടെ എത്തിയിനി. ഇതാണ് കസൗബായ് മേഹേൻ്റെ co-founder, മറ്റൊന്ന് ആളുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ഒരു വീഡിയോ ഒരു ഷോർട്സ് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇവരുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന്. പിന്നെ അവിടെ കുറച്ച് സമയം ഇരുന്ന് ചായയെല്ലാം കുടിച്ച് പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ചില്ലിയും ദോശയാണ് ഉണ്ടായിട്ടുണ്ടായത്. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ വീക്കെൻഡോ ലീവ് ദിവസമോ കിട്ടുമ്പോൾ ഞാൻ തലയിൽ എണ്ണയെല്ലാം ഇട്ടിട്ടൊന്ന് കുളിക്കുന്നത്. ബാക്കിയുള്ള ദിവസം കുളിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതേപോലെ തന്നെ ലീവുള്ള ദിവസം വീക്കെൻഡ് കിട്ടുമ്പോഴാണ് ഞാൻ ഒന്ന് സ്കിന്നും കെയർ ചെയ്യുന്നത്. അപ്പം ഒരു ചെറിയ ഫേസ് പാക്കെല്ലാം ഇട്ടിട്ട് ഞാനിരിക്കും.
പിന്നെ ഇതിൽ കുറേ സമയം ഞാൻ ഉറങ്ങിയിട്ടും കളഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഉറങ്ങുകയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് ബാക്കി വീഡിയോസ് എല്ലാം കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.